നമ്മുടെ മലയാളത്തിന്റെ മിന്നൽ മുരളിക്ക് ശേഷം ഒരു സൂപ്പർ ലേഡി, അതാണ് പൊതുവെ പറയപ്പെടുന്നത്. ദുൽഖർ സൽമാൻ പ്രസന്റ് ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ആളുടെ പേരാ. അതിന്റെ ടീച്ചർ വന്നിരുന്നു, പിന്നെ ഒരു സോങ് വന്നിരുന്നു. അതിന്റെ ഓരോ ക്യാരക്ടറിന്റെ പോസ്റ്റേഴ്സ് ടീച്ചറൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. മലയാളം തന്നെയാണോ എന്നുള്ള ഒരു തോട്ട് വന്നു. നല്ല രീതിയിലുള്ള VFX നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. പിന്നെ നസ്ലിനുണ്ട്, പിന്നെ ചന്തു ഉണ്ട്, പിന്നെ കല്യാണി, അങ്ങനെ ഉള്ള ഒരു ക്രൂ ആണ്. എന്തായാലും കണ്ടറിയണം. നസ്ലിൻ എല്ലാത്തിലുള്ള പോലെ ആണോ, ആ സെയിം സ്ലാങ്ങിൽ തന്നെയാണോ സംസാരിക്കാൻ പോണത്, അതോ ഇനി ഇതിനൊരു വ്യത്യസ്തമായിട്ട് ഇതിലേക്ക് കൊണ്ടുപോകാന്നുള്ള ഒരു കാര്യം നമ്മൾ കണ്ടറിയണം. എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടിട്ട് തിരിച്ചു വരാം. വീഡിയോ ഗെയിമിന്റെ ലുക്കൊക്കെ ഉണ്ടല്ലോ. എന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൂപ്പര് പറയും. നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ പെണ്ണെ. ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യും. പ്രശ്നങ്ങളൊന്നും പോയി ചാടരുത്. ഒരു ഫ്ലിങ്സിൻ പിടി. നിന്നെ കണ്ടറിയാലോ നിനക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന്. உலகத்தில் 2 விதமான பொம்பளைங்க இருப்பாங்க. സാൻഡി മാസ്റ്ററല്ലോ, எங்கள் அம்மா மாதிரி. இன்னொன்று ഡഗാറുണ്ട്. നമ്മൾ കാണുന്ന പോലെ എല്ലാ ആൾക്കാരും ഇവളാരാ എന്താ എന്നൊന്നും നമുക്ക് ശരിക്കും അറിയ പോലുമില്ല. Men deal with men. No woman needed. Understand? മിത്ത്, ഐതിഹ്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കുള്ളതാണെന്നറിയാം. എന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൂപ്പര് പറയും. സീൻസ് ആണ്. മലയാളം തന്നെയാണ് വിശ്വസിക്കാൻ പറ്റാത്ത പോലത്തെ രീതിയിൽ മേക്കിംഗ് ആണ് ചെയ്തു വെച്ചത്. ഏറ്റവും ഫസ്റ്റ് ഓവറുള്ള നിമിഷയുടെ സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയില്ല. ക്ലീൻ ആൻഡ് ഹോളിവുഡ് ഒരു കളറിംഗ് ഉണ്ട്. ആ ലൈറ്റിംഗ് എല്ലാം ഭയങ്കര ഇതാണ്. പിന്നെ പടം എന്തായാലും കേരളത്തിലല്ല കേട്ടോ. അല്ല തമിഴ്നാടും അല്ല. ഐ തിങ്ക് ഔട്ട് ഓഫ് ഇന്ത്യയിലേക്ക് പോകില്ല. കാരണം പോലീസ് ഉണ്ട്, യൂണിഫോം ഉണ്ട്, പിന്നെ ഓരോ കടയുടെ പേരുകളൊക്കെ കന്നഡ. ഫ്യൂച്ചർ കേരളമായിരിക്കും. ഫ്യൂച്ചർ കാണുന്നോലുണ്ട്. ശരിക്കും ഫ്യൂച്ചറിസ്റ്റിക് ഉണ്ട്. പക്ഷെ എന്നാലും അതില് കടയുടെ പേരിൽ എഴുത്തും സംഭവങ്ങളെല്ലാം കന്നഡയാണോ തെലുങ്കാണോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. യൂണിവേഴ്സ് അങ്ങനെയും എന്തായാലും ഒരു ഇത് സ്റ്റാർട്ടിങ് വെച്ചിട്ട് ഒരു വലിയൊരു ഹീറോ യൂണിവേഴ്സ് സെറ്റ് ചെയ്യാൻ പോവാ. അടുത്ത പാർട്ടിൽ വേറെ ഹീറോ അങ്ങനെ വന്ന് സംഭവം സെറ്റ് ചെയ്യാൻ പോവാ. ഇതൊരു വിജയത്തിലേക്ക് പോവാണെങ്കിൽ എന്തായാലും ചാപ്റ്റർ 2 എന്നും പറഞ്ഞ എന്തായാലും നല്ലൊരു സ്റ്റഫ് ഉണ്ട്. മ്യൂസിക് അടിപൊളിയായുണ്ട്. എന്താ പറഞ്ഞാലും നല്ല ക്വാളിറ്റി ഉണ്ട് ചെയ്ത് വെച്ചേക്കണ. നല്ല ഭയങ്കര ഇതായിട്ട്. അയ്യോ, നമ്മുടെ പോലീസുകാരുടെ പേര് സാൻഡി മാസ്റ്റർ. പിന്നെ നല്ലൊരു വില്ലനായിട്ടായിരിക്കും മിക്കവാറും അവതരിപ്പിക്കാൻ. ലിയോയില് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ. പക്ഷെ നല്ലൊരു മാറ്റാൻ വേണ്ടി നല്ലൊരു വില്ലനായിട്ട് തന്നെ ഒരു ഇന്റർവ്യൂല് പറയണ്ട ഇത് സൂപ്പർ ഓടാണെന്നൊക്കെ ഒരു ഇന്റർവ്യൂ പോയപ്പോ പറഞ്ഞായിരുന്നല്ലേ. ദുൽഖർ ഒന്നും കാണാതെ എടുത്തു വെക്കാൻ ചാൻസ് ഇല്ല. കാരണം ദുൽഖർ പുള്ളി ആ ഇന്റർവ്യൂലാണ് പറഞ്ഞത് ഈ പടത്തില് കല്യാണി വാമ്പയറാണ്.
അതായിരിക്കും ഈ ഇടയ്ക്ക് പറക്കണത്. ചന്ത് ചോദിക്കണ്ടല്ലോ ഇത് പറക്കോ എന്നൊക്കെ ചോദിക്കണ്ടല്ലോ. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലത്തുള്ള സാധനം അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഗുഹയിലെ ഒരു സീനിന്റെ ഇതിൽ സ്റ്റാച്ചു തലയില്ല, പത്മപ്രിയാണോ? അല്ല പത്മപ്രിയല്ല. അതിന്റെ ആ സ്റ്റാച്ചുവിന്റെ തലയിൽ ഹെഡില്ല. അപ്പൊ എന്തെങ്കിലും ഇതിനോടൊക്കെ ഇതായിട്ടുള്ള എന്തൊരു സംഭവമൊക്കെ ഉണ്ട്. എന്ത് പ്രതികാരം മിസ്റ്ററി ഉണ്ട് എന്തായാലും. ഇങ്ങനത്തെ സൂപ്പർ ഹീറോ ജോണേഴ്സിൽ പടം വന്നാൽ മാത്രമേ ഇനി അടുത്ത സൂപ്പർ ഹീറോസിന് കൂടുതൽ ബഡ്ജറ്റ് നല്ല പടങ്ങൾ വരും. ഇപ്പൊ ഈ പ്രാവശ്യം ഈ 2025 അതായത് ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ സൂപ്പർ ഹീറോ ഇറങ്ങല് എത്രയാ 700 ബില്യൺ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് അപ്പൊ ഒരു ചോദ്യം വരുന്നുണ്ടാവും, അതായത് സൂപ്പർ ഹീറോ 2025 എല്ലാവർക്കും മടുത്തോ? ആക്ച്വലി സൂപ്പർമാൻ നല്ലൊരു പടം ഇറങ്ങിട്ട് പോലും ഒന്നും അവർക്ക് ഏൺ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം. അപ്പൊ നല്ല നല്ല സൂപ്പർ ഹീറോസ് ഉണ്ടാവണം, നല്ല പടങ്ങളെല്ലാം നല്ല പടങ്ങളാവണം. അതുപോലെ ഞങ്ങൾക്ക് എല്ലാം നല്ല റിയാക്ഷൻ ചെയ്യാൻ പറ്റണം. നിങ്ങൾ നല്ല നല്ല കമന്റ്സ് ഇടണം, ലൈക്ക് ഇടണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പറഞ്ഞു വരുന്ന ഒരുപാട് പറയാനുണ്ട് ഞങ്ങൾക്ക്. 4 ദിവസം കൂടി 4 ദിവസം കൂടി ഉള്ളു പടത്തിന്. അപ്പൊ ഈ പടം എന്തായാലും പോയി കാണാം. അതായത് ഓണത്തിന്റെ ഓണ റിലീസാണ്. അപ്പൊ ഓണത്തിന് എല്ലാവർക്കും ഒരു വെല്ലുവിളി ആയിരിക്കും. കാരണം പിള്ളേർക്ക് മീൻസ് യൂത്തിന് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കാരണം നമുക്ക് വെല്ലുവിളി ആവാണ്ടിരുന്നാ മതി. കൂലി പോലെ കണ്ട് നമ്മൾ ഇവിടെ ആഗ്രഹിച്ചു പോയി നമുക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അതുപോലെ വെല്ലുവിളി ആവാതിരിക്കട്ടെ, നല്ല പടം ആവട്ടെ. എന്തായാലും പടം കണ്ടിട്ട് ഞങ്ങൾ എന്തായാലും പടം കാണാൻ പോകുന്നതായിരിക്കും. പടം കണ്ടിട്ട് അതിന് ഞങ്ങൾ എന്തായാലും റിവ്യൂ പറയുന്നതായിരിക്കും. ആദ്യത്തെ റിവ്യൂ ഞങ്ങൾ തന്നെ ആയിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എല്ലാവരും കാണാം. പോക്കണ്ട ഞങ്ങളെ വെട്ടിച്ചില്ലെങ്കിൽ. യെസ്. അപ്പൊ കണ്ടിട്ട് ഞങ്ങള് ഇതിന്റെ റിവ്യൂ പറയാം. ഓക്കെ, അതുവരെ വണക്കം.